ഹോട്ട്സ്പോട്ട്. ലഹരി കേന്ദ്രമായതോടെ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന ഒരു നാട്. ലഹരി സംഘങ്ങളെ പേടിച്ച് റോഡ് പോലും ഉപേക്ഷിച്ചു. കൊല്ലം മയ്യനാട് വലിയവിള എന്ന നാടിനെ പേടിപ്പെടുത്തുന്ന ലഹരി മാഫിയയുടെ വികാരം തുറന്നു കാട്ടുകയാണ് 24. ഈ മയ്യനാട്ടെ ലഹരി ഗ്രാമത്തിലേക്ക് കാടിൻ്റെ ഇടയ്ക്കും പോച്ചയ്ക്കിടയ്ക്കും കൊണ്ടുവച്ചേക്കുക സാധനങ്ങൾ കൊണ്ടുവച്ചേക്കും. ഈ കവർ കണക്കിനാണ് കൊണ്ടുവരുന്ന സാധനങ്ങൾ. സന്ധ്യയാകുമ്പോൾ ഒരു 6 മണിയാകും. 6 മണി തൊട്ട് ഒരു 10-11 മണി 12 മണി വരെ അവിടെ ആൾ വരപ്പോൾ കാറിൽ കൊണ്ടുവന്ന് കൊടുക്കും. ആട്ടോയ്ക്കകത്ത് വരുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യം ശല്യങ്ങളാണ്. ചോദിച്ചു പിള്ളേരാണ് വരുന്നത്. നമുക്കൊന്നും പറയാനൊക്കില്ല. കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലഹരി സ്പോട്ടുകളിലൊന്നാണ് മയ്യനാടുള്ള വലിയവിളയിലെ ഈ സ്ഥലം. ലഹരി സംഘങ്ങളുടെ വികാരകേന്ദ്രമെന്ന് പോലീസ് തന്നെ പലകുറി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ പാരിസ്ഥിതികമായ ഘടകങ്ങളാണ്. പോലീസോ മറ്റേതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ ഇവിടേക്ക് എത്തിയാൽ വേഗത്തിൽ കായലിലേക്ക് ചാടി രക്ഷപ്പെടാൻ ഈ ലഹരി സംഘങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും ഒരുപോലെ തന്നെ ഭയമുള്ള, പോലീസുകാർ ചെന്ന് കയറാൻ ഭയപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന വലിയവിളയിലെ ഈ സ്ഥലം. ഒരു കാലത്ത് കാർഷിക സമൃദ്ധിയുടെ വിളനിലമായിരുന്നു കൊല്ലം മയ്യനാട്ടെ വലിയ വിള എന്ന ഗ്രാമം. പക്ഷേ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ആ നാടിന്റെ പേര് കേട്ടാൽ തന്നെ പലർക്കും ഉള്ളിൽ ഭയമാണ്. ലഹരി സംഘങ്ങൾ പിടിമുറുക്കിയ വലിയ വിള എന്ന നാടിന്റെ ഇന്നത്തെ ചിത്രം പൊതുസമൂഹത്തിനും ഭരണാധികാരികൾക്ക് മുന്നിൽ വെക്കുകയാണ് ഞങ്ങൾ. ലഹരി മാഫിയ സംഘങ്ങൾ പിടിമുറുക്കിയ ലഹരി ഇടപാടിന്റെ ഈറ്റില്ലമായ കേന്ദ്രത്തെക്കുറിച്ച്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇവിടുത്തെ കാട് മൂടിയ അന്തരീക്ഷത്തിലേക്ക് ലഹരി ഉപയോഗിക്കാനെത്തുന്നവരുടെ എണ്ണം വളരെ വലുതാണ്. ആളൊഴിഞ്ഞ് അനാഥമായ വീടുകൾ നിരവധിയുണ്ട് ഇവിടെ. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച ഭീതിപ്പെടുത്തുന്നതാണ്. സിറിഞ്ച്, അതുപോലെ തന്നെ കട്ട് ചെയ്ത നിരവധിയായ കുപ്പികൾ. അത് ഒന്ന് മാത്രമല്ല, നമുക്കിവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നിരവധിയായ കുപ്പികൾ ഇത്തരത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഗുളിക ഇതിലേക്ക് ഇടുന്നു. ഈ ഗുളിക ഇട്ടതിന് ശേഷം ഇത്തരത്തിൽ ഉപേക്ഷിച്ചതാണ്. ഗുളിക ഇട്ടതിനു ശേഷം ഇതിൽ നിന്നാണ് ലഹരി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന സംഘങ്ങൾ ഇവിടെ സജീവമാണെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. വളരെ പോലീസിനെ പോലും, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പോലീസിനെ പോലും ഭയപ്പെടുത്തുന്ന ഒരിടം. ഇവിടേക്ക് യുവാക്കളടങ്ങുന്ന വലിയ നിര തന്നെയാണ് പല ഇടങ്ങളിൽ നിന്ന്, പല മേഖലകളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ലഹരി ഉപയോഗത്തിന് പുതിയ തലമുറ തേടുന്ന പലവിധ മാർഗങ്ങൾ എന്തെല്ലാമെന്ന് ഈ സ്ഥലം നമ്മെ കാട്ടിത്തരുന്നുണ്ട്. ഉൾനാടൻ കായൽ സൗന്ദര്യാസ്വാദനത്തിന്റെ മറവിൽ ഒരു തലമുറ ഇവിടെ ലഹരി നുണയുകയാണ്. പ്രത്യേക ഒരു കമ്പനിയുടെ മാത്രം ഗുളികകളാണ് ഇവിടെ കൂടുതലായും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ഗുളികകൾ കൊണ്ടുവന്ന് പാത്രത്തിലിട്ട് അത് നേർപ്പിച്ച് അതിനുശേഷമാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിന്റെ ഉപയോഗിക്കുന്ന രീതി അടക്കം ഇവിടെ എത്തിയപ്പോൾ നാട്ടുകാർ പറയുന്നത് കേട്ടാൽ ഭയപ്പെടുത്തുന്നതാണ്. ഈ ഒന്നിലധികം വരുന്ന ചെറുപ്പക്കാരുടെ സംഘമാണ് ഇവിടേക്ക് എത്തുന്നത്. അങ്ങനെ പല റൂമുകളിലായി ഇവിടെ അവർക്ക് സുഖമായി തന്നെ ഈ ലഹരി ഉപയോഗിക്കാനും ലഹരിയുടെ കച്ചവടമടക്കം നടത്താനും സൗകര്യമുണ്ട്. ഏതെങ്കിലും കാരണവശാൽ പോലീസ് എത്തിയാൽ ഇതുവഴി ഓടി കായലിലേക്ക് കടക്കാൻ കഴിയും. അവിടെ വെച്ച് പോലീസിന് പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെയാണ് പോലീസിനെ പോലും ഇവർ പലപ്പോഴും കബളിപ്പിക്കാറുള്ളത്. പോലീസും എക്സൈസും നിഷ്ക്രിയരെന്ന് വാർഡ് മെമ്പർ തന്നെ പറയുന്നു. എത്രയോ തവണ എക്സൈസിലും പോലീസിലും അടക്കം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും ഏതെങ്കിലും ആൾക്കാരെ പിടിക്കുക, അത് വലിയ വാർത്തയാക്കുക എന്നുള്ളതിൽ ഉപരിയായി ഇതിന്റെ ഒരു ലഹരി മാഫിയയെ അമർച്ച ചെയ്യുന്നതിൽ ഇവിടുത്തെ പോലീസും എക്സൈസും ഒരു വലിയ പരാജയമായി മാറിയിരിക്കുകയാണ്. ലഹരി സംഘങ്ങൾക്ക് നടുവിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ അവസ്ഥയാണ് അതിലും കഷ്ടം. ജീവിക്കാൻ നമ്മൾ പണ്ടത്തെ നോക്കുന്നില്ല. ഈ ഫ്ലാറ്റ് വന്നതിന് ശേഷം ഇവിടെ ഈ കച്ചവടം തുടങ്ങി. അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഒരുപാട് ആൾക്കാരാണ് വരുന്നത്. മിണ്ടാതെയും മൃഗാതെയും നമ്മളിങ്ങനെ നടക്കുക, നമ്മളിങ്ങനെ പോവുക. ഇവിടെ കച്ചവടം എന്ന് വെച്ചാൽ രാവിലെ കച്ചവടം. അവിടെ അതിവേഗം പടർന്നു കയറിയ ലഹരി മാഫിയ ഒരു നാടിന്റെ സമാധാനത്തെയാണ് ഇല്ലാതാക്കിയത്. ഈ വാർത്ത ഞങ്ങൾ അധികാരികൾക്ക് മുന്നിൽ വെക്കുകയാണ്. ഇനി നടപടിയെടുക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങൾ മാത്രം. ലഹരി സംഘങ്ങളെ പേടിച്ച് ഒരു റോഡ് പോലും ഈ നാട്ടുകാർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. മയ്യനാട് നിന്ന് ഇരുപുരത്തേക്ക് ഇതിനു മുന്നിൽ കൂടി പോകുന്ന റോഡിൽ ഇന്ന് ആൾക്കാർ കടന്നു പോകുന്നത് ചുരുക്കമാണ്. കാരണം ലഹരി സംഘങ്ങളുടെ അക്രമം ഏതു നിമിഷവും ഉണ്ടാകുമെന്നാണ് ഈ നാട്ടുകാരടക്കം പറയുന്നത്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുണ സാറിനൊപ്പം അരുൺ രാജ്, 24.
മയ്യനാട് വലിയ വിളയിൽ നിന്നാണ് ആർ അരുൺരാജ് ഈ വിവരങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തന്നത്. അവിടെ നിന്ന് ആർ അരുൺരാജ് ഇപ്പോൾ തത്സമയം ചേരുക കൂടി ചെയ്യുന്നു. അരുൺരാജ്, ഗുഡ് മോർണിംഗ്. ഈ വലിയ വിള പോലൊരു സ്ഥലത്ത് ഇത്രയധികം ആളുകൾ ഈ മയക്കുമരുന്നും അതുപോലുള്ള സാധനങ്ങൾ കഴിക്കാനായി വന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളുകൾ തന്നെ ഞെട്ടിക്കാണും മിക്കവാറും. തീർച്ചയായും എസ്കെൻ, ആ സ്ഥലത്തേക്ക് ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ നാട്ടുകാർ തന്നെ ഞങ്ങളോട് പറഞ്ഞത് അവിടേക്ക് പോകരുത്, കാരണം കായലാണ് ഒരു വശത്ത്, മറു സൈഡിൽ ഈ ലഹരി സംഘങ്ങൾ നിൽക്കുകയാണ്, വിളിച്ചാൽ പോലീസ് പോലും അവിടേക്ക് എത്താറില്ല, എക്സൈസ് ഉദ്യോഗസ്ഥർ എത്താറില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടേക്ക് പോവുക, ഈ കാര്യങ്ങൾ തുറന്നു കാട്ടുക, അധികാരികൾക്ക് മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്, കടമയാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അവിടേക്ക് എത്തിയത്. അവിടെ ചെന്ന് കണ്ടപ്പോൾ ആദ്യം ഒരു വിജനമായ സ്ഥലം, അതിനപ്പുറത്ത് ഒഴിഞ്ഞ നിരവധിയായ വീടുകൾ. ഈ വീടുകളിലെല്ലാം തന്നെ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ കട്ട് ചെയ്ത നിലയിലാണ്. ഈ ഓരോ കുപ്പിയിലും ഒരു പ്രത്യേക കമ്പനിയുടെ, ആ കമ്പനിയുടെ പേര് നമ്മൾ ഇവിടെ പറയുന്നില്ല, ഒരു പ്രത്യേക കമ്പനിയുടെ ഗുളികകൾ മാത്രം അത് ഈ പ്ലാസ്റ്റിക് കുപ്പിയിൽ നിറച്ചിരിക്കുകയാണ്. ഇവിടെ ഈ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇത് കലക്കി നിർവീര്യമാക്കിയ ശേഷം ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. പക്ഷേ ഇവിടേക്ക് എത്തുന്ന വാഹനങ്ങൾ, ബൈക്കുകൾ, യുവാക്കൾ, അവരുടെ എണ്ണം തന്നെയാണ് ഏറ്റവും പ്രധാനം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഭാഗത്തേക്ക്, മയ്യനാട്ട് ഈ വലിയ വിളയിലേക്ക് എത്തുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഭയമാണ് ഇവരോട് സംസാരിക്കാനും. ഇവരോടിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സംസാരിച്ചെതിർത്താൽ അവർ തുടർച്ചയായി ആക്രമിക്കുകയും ചെയ്യും. കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഇത്തരത്തിൽ നിരവധിയായ വീടുകളടക്കം അവിടെ ആക്രമിക്കുന്ന സാഹചര്യമടക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ പോലും മൗനം പാലിക്കുന്നത്. നമ്മളോട് സംസാരിച്ച വാർഡ് മെമ്പറുടെ വാക്കുകളടക്കം വളരെ ദയനീയമാണ്. ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഒരു ജനകീയ ഒരു മുന്നേറ്റമാണ് ഇനി സാധ്യമാകുന്നത്, ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കുന്നു എന്നുള്ള ഒരു പരിതപിക്കുന്ന കാഴ്ചയാണ് വാർഡ് മെമ്പർ പോലും മുന്നോട്ട് വെച്ചത്. എന്തായാലും ലഹരി മാഫിയ അപ്പാടെ കൈയടക്കിയിരിക്കുന്ന മയ്യനാട്ടെ വലിയ വിളയിലാണ് ഈ അവസ്ഥ. അവിടുത്തെ ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യപ്പെടുന്നു എന്നുള്ളതും വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. എന്തായാലും നമ്മളോട് സംസാരിച്ചവർ ഒന്നും മുഖം കാണിക്കാൻ തയ്യാറല്ല. കാരണം അങ്ങനെ മുഖം കാണിച്ചൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവരുടെ വീടുകൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവർ പരിഭവമായി, പരാതിയായി പറയുന്നത്. ഓക്കെ, കൊല്ലം മയ്യനാട് വലിയ വിളയിൽ നിന്ന് ആർ അരുൺരാജാണ് വിവരങ്ങളുമായി ചേർന്നത്. ലഹരിയുടെ ഒരു ഹോട്ട്സ്പോട്ടായി ഈ വലിയ വിള മാറിക്കഴിഞ്ഞു എന്നാണ് അരുൺരാജ് റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഈ സിന്തറ്റിക് ലഹരി പോലുള്ള സാധനങ്ങളും ഇവിടെ ഉപയോഗിക്കാൻ ആളുകൾ എത്തുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു.